ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാംസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിവിഷൻ സീരീസും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുവരേക്കും നമ്മൾ 3 റിവിഷൻ മാത്സിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസും 2 വീഡിയോസ് വെച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് റിവിഷനാണ്. നമ്മൾ മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യണത്. ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റിവിഷനിലേക്ക് കടക്കാം. Jack obtained 45% marks in a test and failed by 18 marks. If he obtained 65% marks, he would have got 6 marks more than the minimum marks required to pass the test. How much were the maximum marks one could obtain in that test? Okay. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? പാസ് മാർക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഞാൻ എല്ലാ തവണയും പറയുന്നത് പോലെ നമ്മൾ ഇവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. സോ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുകയും മാക്സിമം സ്റ്റെപ്സ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പാസ് മാർക്ക് എക്സ് ആയിട്ടും ടോട്ടൽ മാർക്ക് നമ്മൾ ടി ആയിട്ടും എടുക്കുകയാണ്. ഓക്കെ, ടോട്ടൽ മാർക്ക് ടി ആയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്? 45% മാർക്സ് കിട്ടിയപ്പം 18 മാർക്കിന് ഫെയിൽ ആയി അല്ലേ? അപ്പോൾ ടോട്ടൽ മാർക്കിൻ്റെ 45% ആണ്. അപ്പോൾ അതെന്തായിരിക്കും? പാസ് മാർക്കിൽ നിന്നും എന്താണ് പാസ് മാർക്കിൻ്റെ 45% ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 18 എന്ന് കിട്ടുന്നത് അല്ലേ? ഇതെന്താണ്? പാസ് മാർക്കാണ്. പാസ് മാർക്കിൽ നമുക്ക് കിട്ടിയത് ഇത്ര മാർക്കാണ്, 18 മാർക്കിന് തോറ്റുപോയി അല്ലേ? അപ്പോൾ അത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തു. അടുത്ത ഇക്വേഷൻ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 65% മാർക്ക് കിട്ടിയപ്പോൾ, ടോട്ടൽ മാർക്കിൻ്റെ 65% കിട്ടിയപ്പോൾ എത്ര മാർക്കാണ് ഇനി ആവശ്യമുള്ളത്? ടോട്ടൽ മാർക്കിനേക്കാൾ, പാസ് മാർക്കിനേക്കാൾ 6 മാർക്ക് കൂടുതലാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് എന്താണ് ഉദ്ദേശിച്ചത് ഫോം ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻസ് അങ്ങോട്ടേക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? ഇവിടെ നോക്കിയേ, ഇവിടെ എന്ത് വരും? ഫസ്റ്റ് ഇക്വേഷൻ 100x മൈനസ് 45t ഇസ് ഈക്വൽ ടു 1800 എന്ന് വരും. അടുത്ത ഇക്വേഷൻ എന്ത് വരും? 65t minus 100x is equal to 600 എന്നും വരും. നമുക്ക് പ്ലസ് ചെയ്യാം അല്ലേ? പ്ലസ് ചെയ്യുമ്പോൾ 100ഉം മൈനസ് 100x പോകും. 45 മൈനസ് 45 65 ആണ്. അപ്പോൾ 65 മൈനസ് 40 എന്ന് പറയുമ്പോൾ 20t is equal to 2400 എന്ന് വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് എന്ത് വരും? 2400 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 120 മാർക്കാണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? 120 മാർക്കാണ് ടോട്ടൽ മാർക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം ഈസ് ₹4500. അപ്പോൾ നമുക്ക് എന്തുണ്ട്? കോസ്റ്റ് പ്രൈസ് 4500 ആണെന്ന് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3500 ആണെന്നും തന്നിട്ടുണ്ട്. നമ്മളോട് ലോസ് കാണുമ്പോൾ തന്നെ അറിയാം ലോസ് ആണെന്ന്. ലോസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ലോസ് എമൗണ്ട് എത്രയാണ്? 1000 എന്ന് കിട്ടി അല്ലേ? CP മൈനസ് SP 1000 ആണെന്ന് കിട്ടി. ഇനി ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ CPയുടെ പെർസെൻറ്റേജ് ആണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 4500ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ത് 1000 എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 1000 into 100 divided by 4500. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 22.2%. അത് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 22% ആണ് നമുക്ക് എന്ത് വരുന്നത്? ലോസ് വരുന്നത് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കൃത്യമായിട്ട് നമ്മൾ ഏത് പെർസെൻറ്റേജ് പറയുകയാണെങ്കിലും അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയണത്? കോസ്റ്റ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയണത് എന്നുള്ള ഐഡിയ നമുക്ക് ആദ്യം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അടുത്തത്, ഇഫ് ₹2,400 is to be distributed between A and B in the ratio 7:5, then the share of B. 2400 നമ്മൾ എയ്ക്കും ബിക്കും ഷെയർ ചെയ്യാണ്. അപ്പോൾ ബിയുടെ ഷെയർ ആണ് വേണ്ടത്. ഇത് ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. 2400 ബിയുടെ ഷെയർ 5 ആണ്. ദെൻ അവരുടെ ടോട്ടൽ എത്രയാണ്? 7 + 5 എത്രയാണ് നമുക്ക് വരിക? 7 + 3 10, 10 + 2 12. അപ്പോൾ ഇവിടെ 12 എന്ന് കിട്ടും. ഇവിടെ 12 24ൽ 2 ടൈംസ് ആണ്. 200 × 5 എന്ന് പറയുമ്പോൾ ബിയുടെ ഷെയർ എത്രയാണ് വരിക? 1000 ആണ് വരിക. ഓക്കെ, ₹1000 ആണ് ബിയുടെ ഷെയർ ആയിട്ട് വരുന്നത്. അത് റേഷ്യോയിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, the amount payable on maturity of a certain sum invested in a certain rate of simple interest per annum for 1 year was ₹1484. If the rate of interest had been 2% higher, the amount would have been ₹26.50 more. What was the interest that was paid on the sum invested at the original rate? Question വായിച്ചു തന്നെ സമയം പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, എനിവേ ഒരു എമൗണ്ട് എത്രയാണ്? എമൗണ്ട് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1484 ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പിൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പി എന്നേ തന്നിട്ടുള്ളൂ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, അവിടെ ഇരിക്കട്ടെ. നമ്മളിവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാഡ് ബീൻ 2% ഹയർ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2% കൂടുകയാണെങ്കിൽ എമൗണ്ട് ₹26.50 കൂടും. അപ്പം എന്ത് മനസ്സിലായി? 2% പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 2% എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് മനസ്സിലായി? 2650. ദാറ്റ് ഈസ് 2% ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ്? 26.50 ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം 2% കൂടിയപ്പോഴാണ് ₹26.50 കൂടിയത്. അപ്പോൾ അത് 2% ആണ്. ഇതിന്ന് നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെ ചെയ്യാൻ പറ്റും? P is equal to 26.50 into 100 divided by 2 എന്ന് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതെന്ത് കിട്ടും? 2650 divided by 2 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് കിട്ടും? 1375 അല്ലേ? അല്ല, 1325 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 1325 അല്ലേ കിട്ടുക? ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 2, 1325 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1484 മൈനസ് 1325 ചെയ്താൽ മതി അല്ലേ? നമുക്ക് എന്ത് കിട്ടും? 951. 159 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ സ്പീഡ് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ, സ്പീഡ് കുറയ്ക്കണമെന്ന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ പ്ലേബാക്ക് സ്പീഡ് ഉണ്ടല്ലോ, പ്ലേബാക്ക് സ്പീഡ് ഒന്ന് കുറച്ചിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. ഞാൻ ഒരുപാട് സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഴഞ്ഞ് നമുക്ക് ഉദ്ദേശിച്ച പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, വലിയ ലെങ്തി വീഡിയോ ആകും. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇതിപ്പോൾ റിവിഷൻ ആയില്ലേ, നമ്മൾ ഓൾറെഡി 3 റിവിഷൻ കഴിഞ്ഞു, അല്ലാണ്ട് ഡിസ്കസ് ചെയ്തു. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിലേക്ക് പോകുന്നത്. ഓക്കെ, അടുത്തത്, a sum of money invested at 10% compound interest per annum. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് കയ്യിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 10164 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ടൈം പീരീഡ് 2 years എന്ന് തന്നിട്ടുണ്ട്. N ഓൾസോ എന്താണ്? ആനുവലി കോമ്പൗണ്ടഡ് ആണ്. N 2 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൾ ആണ്. നമുക്കറിയാം അല്ലേ, ഇക്വേഷൻ അറിയാം. 10164 is equal to P into 1 plus R/100 എന്ന് പറയുമ്പോൾ 10/100 raised to 2 ആണ് വരിക. എന്ത് വരും? 4 is equal to P into ഇവിടെ എന്ത് വരും? 11/10 into 11/10 എന്ന് വരും. സോ P is equal to 10164 into 10 into 10 divided by 11 into 11 എന്ന് വരും. 10164 11ൽ പോകുന്നത് 924 ടൈംസ് പോകും. ദെൻ
എഗെയിൻ അതിനെ 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 84 ടൈംസ് പോകും. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 8,400 റുപ്പീസാണ് നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് വരുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇക്വേഷൻ വൃത്തിയായിട്ട് അറിയാമെങ്കിൽ നമുക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നതാണ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അടുത്തത് റിതേഷ് ഈസ് 12 years older than മോഹിത് 17 years ago. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? റിതേഷും മോഹിത്തും. ഓക്കെ, ഇനി എന്താണ് പാസ്റ്റ്? ആദ്യം എന്താണ്? നമുക്ക് ഇവിടെ പാസ്റ്റും പ്രസൻറ്റും എഴുതി വെക്കാം. പാസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 17 years ago റിതേഷ് ഏജ് വാസ് 4 times മോഹിത് ഏജ്. അപ്പോൾ മോഹിത്തിന് എക്സ് ആയിരുന്നു വയസ്സെങ്കിൽ റിതേഷിന്റെ ഏജ് എത്രയായിരുന്നു? 4x ആയിരുന്നു 17 വർഷം മുൻപ്. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ വയസ്സ് എന്താണ്? 4x + 17ഉം എക്സ് പ്ലസ് 17ഉമാണ് അവരുടെ വയസ്സ്. ഇപ്പോൾ അവർ തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്? 12 വയസ്സ്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? 4x + 17 - x - 17 = 12 എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ? ഇപ്പം നമ്മൾ സ്റ്റെപ്പുകൾ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 17 പോവും. 4x - x എന്ന് പറഞ്ഞാൽ 3x = 12 എന്ന് കിട്ടും. സോ നമുക്ക് x എന്ത് കിട്ടും? 12 / 3 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. ഇത് 17 വർഷം മുമ്പുള്ള മോഹിത്തിന്റെ വയസ്സാണ് 4. അപ്പോൾ ഇപ്പോൾ ഉള്ള മോഹിത്തിന്റെ വയസ്സ് എത്രയാണ്? 4 + 17 which is equal to 21. ഇപ്പോൾ മോഹിത്തിന്റെ വയസ്സ് 21 years old ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യേണ്ടതെന്ന് ഞാനതിൽ നല്ല വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്നല്ല, ഇവിടെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നതെന്ന്. അപ്പം അതായത് സ്പീഡ് എന്നല്ല, കുറച്ച് സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ടൈം അത്രയും വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യണത് ഫോർ എക്സാം. ഓക്കെ, നമ്മളിങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങൾക്ക് എഴുതാൻ വരുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ ഇപ്പം ഞാൻ ചെയ്തത്? ഇവിടെ ആക്ച്വലി ഒരു പ്ലസ് ഒരു മൈനസിനെ ഡയറക്റ്റ് ആയിട്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തത് ഒരു സ്റ്റെപ്പാക്കി ഇവിടെ എഴുതി വെച്ചതാണ്. ഓക്കെ, അടുത്തത് if the average of 5 consecutive even numbers is 10 then find the number at the center. ഓക്കെ, അപ്പോൾ 5 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x + x + 2 + x + 4 + x + 6 + x + 8. ഇതാണ് 5 ഈവൺ നമ്പേഴ്സ് അല്ലെ? 2 വെച്ചിട്ടാണ് കൂടുന്നത്. 5 എണ്ണത്തിന്റെ ഈക്വൽ ടു എത്രയാണ്? 10 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സം എന്താ വരിക? 1 2 3 4 5 5x + 6 + 4 10 8 + 2 10. അപ്പോൾ 20 = 50 എന്ന് കിട്ടും. നമുക്ക് x എന്ത് കിട്ടും? 50 - 20 30 30 / 5 x 6 ആണെന്ന് കിട്ടി. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സെന്ററിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 2 3 സെന്ററിൽ എന്തായിരിക്കും? 6 + 4 ആയിരിക്കും which is equal to 10. ഓക്കെ, അപ്പോൾ സെന്ററിലുള്ള നമ്പർ എന്താണ്? 10 ആണ് സെന്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A man covers a certain distance in 8 hours at a speed of 6 km/h and some more distance in 10 hours at a speed of 4 km/h. Find his average speed for the entire distance covered. Okay, അപ്പോൾ എന്താണ്? 2 സ്പീഡ് ഉണ്ട് അല്ലേ? S1 = എത്രയാണ്? 6 km/h S2 = 4 km/h. ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേറെ ഒന്നും ഇവിടെ ആവശ്യമില്ല അല്ലേ? ആവറേജ് സ്പീഡിന് നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്താണത്? 2 × S1 × S2 / S1 + S2. ഇതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. അപ്പോൾ എങ്ങനെ ചെയ്താൽ മതി? 2 × 6 × 4 / 6 + 4 ചെയ്താൽ മതി. 6 × 4 എന്താണ്? 24 ആണ്. 24 × 2 48/10 എന്നാണ് വരിക which is equal to 4.8. സോ ആവറേജ് സ്പീഡ് എന്താണ്? 4.8 km/h ആണ് ടോട്ടൽ ജേർണിക്ക് ആവശ്യമായിട്ട് വരുന്ന ആവറേജ് സ്പീഡ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അടുത്തതിലേക്ക് പോവാം. ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു 90 ml ഓഫ് എ 38% ഷുഗർ സൊല്യൂഷൻ സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് 17.1% ഷുഗർ സൊല്യൂഷൻ. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ മിക്സ്ചറിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ്? 90 ml ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി വരുന്നത്. അവിടെ ഷുഗറിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 38% ആണ്. ഓക്കെ, ഇത് ഓൾഡ് മിക്സ്ചറാണ്. ഇനി പുതിയ മിക്സ്ചറിൽ നമുക്ക് എന്തുണ്ട്? ഷുഗറിൻ്റെ പെർസെൻറ്റേജ് 17.1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ക്വാണ്ടിറ്റിയാണ് അറിയേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ആദ്യത്തെ മിക്സ്ചറിൽ, അതായത് ആദ്യത്തെ മിക്സ്ചറിലുള്ള ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി നോക്കാം. എങ്ങനെ നമുക്ക് കിട്ടുക? 90 × 38/100 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 34.2 ml ആണ് എന്തുള്ളത്? അവിടെ ഷുഗർ ഉള്ളത്. ഓക്കെ, ഷുഗറിൻ്റെ ക്വാണ്ടിറ്റിയാണ് 34.2 ഇനീഷ്യൽ ഇതിൽ. ഇനി അടുത്തത് ന്യൂ മിക്സ്ചറിൽ എത്തുമ്പോൾ അത് എത്രയാവും? 17.1 ആവും. അതായത് ആദ്യത്തെ മിക്സ്ചറിൽ 32.2 ആയിരുന്നത് ഇവിടെ എത്തുമ്പോൾ എത്രയാവുന്നുണ്ട്? 17.1 ആവുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടി? 17.1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 34.2 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 1%നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 17.1% 34.2 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1% എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഓക്കെ അല്ലെ? ഇതിന്റെ പകുതിയാണ് അല്ലെ? പകുതിയാണ് വരുന്നത്. അപ്പൊ ഇത് 2 ആണ് വരിക. സോ അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ എന്താണ്? × 100 ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് 100% 200 എന്ന് കിട്ടും. അതെന്താണ്? പുതിയ മിക്സ്ചറിന്റെ ക്വാണ്ടിറ്റി ആണ് 200 ml. അതിൽ എത്രയാ പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് എത്ര വാട്ടർ ആണ് ആഡ് ചെയ്യണത്? 90 ml വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ? 90 ml വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഷുഗർ വരുന്നത്? 110 എത്ര വാട്ടർ ആഡ് ചെയ്യണം? 110 ml വാട്ടർ ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് 90 ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് അലിഗേഷൻ ആൻഡ് മിക്സ്ചേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ LCM ഓഫ് 98, 28 ആൻഡ് 112? ഇത് നമുക്ക് സിമ്പിൾ ആണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് 98, 28, 112 ചെയ്താൽ മതി. ആദ്യം 2ൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4, 9 എന്ന് കിട്ടും, 14 എന്ന് കിട്ടും, ഇവിടെ 5, 6 എന്ന് കിട്ടും. ചാടി കയറി 7 എടുക്കരുത്, തെറ്റിപ്പോകും. 2 വെച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത നമ്പർ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇവിടെയും ഇതൊക്കെ 7ന്റെ മൾട്ടിപ്പിൾസ് ആണ്, പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഞാൻ ചെയ്ത് നോക്കി തെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. അഗെയിൻ ഇവിടെ അഗെയിൻ 2 ചെയ്യാം. അപ്പോൾ നമുക്ക് 49, 7, 7. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 7 യൂസ് ചെയ്യാം. 7 യൂസ് ചെയ്യുമ്പോൾ 7, 1, 1 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി? നമുക്ക് 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 49 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 6 9s are എത്രയാണ്? 54, ബാലൻസ് 5, 6 4s are 24, 24 + 9 എന്ന് പറയുമ്പോൾ നമുക്ക് 33 വരും. 33 + 5 എന്ന് പറയുമ്പോൾ 38, ബാലൻസ് 3, 4 + 3 7, 784 ആണ് നമുക്ക് LCM വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ റിവിഷനിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ട്, ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നവർക്ക് ഇത് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇനിയും നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ്, മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനി അങ്ങോട്ടേക്കും നിങ്ങളുടെ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.